നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. ഇത്ര കാലവും പറഞ്ഞു പറ്റിച്ച് ഉക്രൈന് ഒടുവിൽ കൈയൊഴിഞ്ഞിരിക്കുകയാണ് അമേരിക്ക. നാറ്റോ സഖ്യത്തിൽ അംഗത്വം നൽകില്ലെന്ന് ഉക്രൈനോട് പറഞ്ഞതോടുകൂടി അമേരിക്കയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള മാരകായുധം എടുത്ത് പ്രയോഗിക്കാൻ മടി കാണിക്കില്ലെന്ന് പറഞ്ഞ പുത്തിൻ്റെ ഭീഷണിയിൽ ചൂളിപ്പോയ അമേരിക്കയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെ. പിന്നെ എന്തിനായിരുന്നു ഇത്രയും ബിൽഡപ്പുകൾ എന്ന് ചോദിക്കാതെ തരമില്ലല്ലോ. എല്ലാത്തിനും കാരണം ബൈഡനാണ്. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്ന് മാത്രം. ഉക്രൈൻ്റെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാം. ഉക്രൈൻ്റെ നാറ്റോ സ്വപ്നങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ 3 പദ്ധതികളാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അധികാരമേറ്റയുടനെ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് പക്ഷേ ഇതുവരെ ഒരു പദ്ധതിയും അംഗീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള തന്റെ ബന്ധം വെച്ച് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നും അമേരിക്കയുടെ സൈനിക സഹായ വാഗ്ദാനം അതിനൊരു മാർഗമായി ഉപയോഗിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് ചുവടുവെച്ചതായി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഉക്രൈന് എന്തായാലും റഷ്യയെ സൈനികപരമായി നേരിടാനാകില്ലെന്ന് വ്യക്തമായ ധാരണയുണ്ട്. അതിനാൽ തന്നെ ഉക്രൈനെ സൈനികപരമായി സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് എതിരെ റഷ്യ തിരിയുമെന്ന് മനസ്സിലായതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ വെടിനിർത്തൽ എന്ന പുതിയ ആശയത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ് ബ്ലൂംബർഗിന്റെ നിരീക്ഷണം. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ സന്നദ്ധത കാണിച്ചിട്ടില്ലെന്നും ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നാറ്റോ രാജ്യങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനിടവരുത്താതെ വെടിനിർത്തൽ എന്ന ആശയം ഇവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതികരണം നമുക്കൊന്ന് നോക്കിയാലോ. എനിക്ക് സെലൻസ്കിയെ നന്നായി അറിയാം, എനിക്ക് പുടിനെ അതിലും നന്നായി അറിയാം. ഇരുവരും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. ഞാൻ സെലൻസ്കിയോട് പറയും, ഇനി അമേരിക്കയ്ക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, പകരം നിങ്ങളൊരു കരാർ ഉണ്ടാക്കണം. ഞാൻ പുടിനോടും ഇതേ കാര്യമാണ് ആവശ്യപ്പെടുക. നിങ്ങളൊരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ഇനിയും ഒരുപാട് സഹായം നൽകും. വേണ്ടി വന്നാൽ അവർക്ക് ഇതുവരെ നൽകിയതിനേക്കാൾ കൂടുതൽ ഉക്രൈൻ നൽകാൻ പോകുകയാണ്. ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ കരാർ പൂർത്തിയാക്കുമെന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസം സാക്ഷാൽ പുടിനും ട്രംപുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവരും വളരെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതിനാൽ തന്നെ ബൈഡൻ ഭരണകൂടത്തിന്റെ കാട്ടിക്കൂട്ടലുകളല്ല ഇനി വരും വർഷങ്ങളിൽ അമേരിക്കയിൽ കാണാൻ കിടക്കുന്നത്. വളരെ നല്ലൊരു ഭരണമായിരിക്കുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. യുദ്ധകൊതിയന്മാരായ അമേരിക്കൻ ചരിത്രത്തിനൊരു മാറ്റമാണ് എന്തായാലും ട്രംപിലൂടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനിലെ യുദ്ധം അവസാനിക്കാൻ കുറഞ്ഞത് 3 പദ്ധതികളെങ്കിലും ട്രംപിന്റെ പരിധിക്കുള്ളിൽ എത്തിയതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒരു മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 നിർദ്ദേശങ്ങളിൽ ഒരെണ്ണം ഉക്രൈനിലെ തന്റെ ദൂതനായി ട്രംപ് തിരഞ്ഞെടുത്ത കീത്ത് കെല്ലോഗിൻ്റെതാണ്. മറ്റൊന്ന് നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെതും. അവസാനത്തേത് യൂറോപ്യൻ കാര്യങ്ങളിൽ ട്രംപിന്റെ പ്രധാന അനൗപചാരിക ഉപദേശകനാണെന്ന് കരുതപ്പെടുന്ന ട്രംപിന്റെ മുൻ ആക്ടിംഗ് ഇന്റലിജൻസ് മേധാവി റിച്ചാർഡ് ഗ്രനലിൻ്റെതുമാണ്. പ്രത്യക്ഷത്തിൽ പദ്ധതികളിൽ വ്യത്യാസങ്ങൾ തോന്നുമെങ്കിലും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോയിൽ ചേരാനുള്ള ആശയത്തിന് പുറമെ ഉക്രൈൻ പ്രദേശങ്ങളുടെ ഇളവിന്റെ കാര്യത്തിലും മറ്റും സമാന നിലപാടുകളാണ് മൂവരും അവരുടെ പദ്ധതികളിൽ സ്വീകരിച്ചിട്ടുള്ളത്. ലഫ്റ്റനന്റ് ജനറൽ കൊല്ലോഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം മുൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അതായത് NSC ഉദ്യോഗസ്ഥൻ ഫ്രെഡ് ഫീറ്റ്സുമായി യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ യുദ്ധരേഖകളെ മരവിപ്പിക്കുന്നതാണ് പദ്ധതിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതി ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം. പദ്ധതി പ്രകാരം സമാധാന ചർച്ചകൾ സമ്മതിച്ചാൽ മാത്രമേ ട്രംപ് ഉക്രൈന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ നൽകുമെന്നും സമാധാന ചർച്ചകളിൽ ചേരാൻ റഷ്യ വിസമ്മതിച്ചാൽ ഉക്രൈന് അമേരിക്ക സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ഏജൻസി അറിയിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ ഉക്രൈനുള്ള നാറ്റോ അംഗത്വം നിർത്തിവെക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പകരം ഉക്രൈന് അമേരിക്ക സുരക്ഷാ വാഗ്ദാനം ചെയ്യുമെന്നും ഏജൻസി അറിയിച്ചു. കൊല്ലോഗിൻ്റെതിന് സമാനമായിട്ട് വാൻസിന്റെ പദ്ധതിയിലും നിലവിലെ യുദ്ധരേഖകൾ മരവിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പോഡ്കാസ്റ്റൻ ഷോൺ റയാനുമായി നടന്ന സംഭാഷണത്തിൽ റഷ്യ പിടിച്ചെടുത്ത ഉക്രൈനിയൻ ഭൂമി നിലനിർത്തണമെന്നും നിലവിലെ യുദ്ധരേഖയിൽ സൈനികരഹിത മേഖല സ്ഥാപിക്കുമെന്നും വാൻസ് പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ നുഴഞ്ഞുകയറ്റം തടയാൻ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയുടെ ഉക്രൈനിയൻ ഭാഗത്ത് സുരക്ഷയുടെ കോട്ട കെട്ടിയുറപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ പ്രത്യക്ഷമായ പരാമർശത്തിൽ ഉക്രൈന്റെ ശേഷിക്കുന്ന ഭാഗം ഒരു പരമാധികാര രാഷ്ട്രമായി തുടരുമെന്നും എന്നാൽ നാറ്റോയുടെയോ സമാധാന ഗ്രൂപ്പുകളുടെ ഭാഗമാകില്ലെന്നും വാൻസ് കൂട്ടിച്ചേർത്തു.
അതുപോലെ തന്നെ ഉക്രൈനായുള്ള ട്രംപിന്റെ പദ്ധതി വ്യക്തമല്ലെങ്കിലും ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ അമേരിക്കൻ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ആഭ്യന്തര വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും അദ്ദേഹം ആദ്യം ഊന്നൽ നൽകുകയെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം നാറ്റോ രാഷ്ട്രതലവന്മാർ ബ്രസൽസിൽ ഒത്തുകൂടി ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ എങ്ങനെ നൽകാമെന്ന് ചർച്ച ചെയ്തുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. പുടിനെ എതിർക്കാതെ ഉക്രൈനെ സംരക്ഷിക്കാൻ ഏത് സുരക്ഷാ ഗ്യാരണ്ടിക്ക് കഴിയുമെന്ന് ചർച്ച ചെയ്യുന്നതിലുൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ തേടാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഉക്രൈനിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ആശങ്ക ജനിപ്പിക്കുന്നുവെന്നും ചർച്ചകൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ പണി പാളുമെന്നുമുള്ള തിരിച്ചറിവിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉക്രൈനിൽ ഒരു സൈനികരഹിത മേഖല സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ആശയം പോലും. ഒരു മുതിർന്ന നാറ്റോ നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് പറയുന്നത് ഇങ്ങനെയാണ്: റഷ്യൻ ആക്രമണം തടയാൻ ഉക്രൈന് സൈനിക ശക്തിയില്ല. നിലവിലുള്ള ആയുധ ശേഖരത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകാൻ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. 2014 മുമ്പ് ഉക്രൈന്റെ ഭാഗമായിരുന്ന റഷ്യൻ പ്രദേശങ്ങൾ ഒഴിവാക്കിയാൽ നാറ്റോയിൽ ചേരാൻ ഉക്രൈന് താല്പര്യമില്ലെന്ന് ഉക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി മുമ്പ് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നാറ്റോ അംഗത്വം ഉറപ്പു നൽകുന്നില്ലെങ്കിൽ ഈ പ്രദേശങ്ങളില്ലാതെ റഷ്യയുമായി വെടിനിർത്തലിന് ഉക്രൈന് സമ്മതിക്കാമെന്ന് സെലൻസ്കി തിങ്കളാഴ്ച ക്യോഡോ ന്യൂസിനോട് പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ജൂലൈയിൽ ട്രംപിന്റെ ആദ്യ ടൈമിൽ ജർമ്മനിയിലെ ദൂതനായി സേവനമനുഷ്ഠിച്ച ഗ്രനൽ കിഴക്കൻ ഉക്രൈനിൽ സ്വയംഭരണ മേഖലകൾ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഉക്രൈനിലെ നാറ്റോ അംഗത്വം അമേരിക്കയുടെ താൽപ്പര്യത്തിനനുസരിച്ചല്ലെന്നും ഗ്രൈനൽ പറഞ്ഞു. ഗ്രൈനലിനെ ഇൻകമിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും യൂറോപ്യൻ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം നിയുക്ത പ്രസിഡന്റ് ആരായുമെന്നും ട്രംപിന്റെ മുതിർന്ന വിദേശനയ ഉപദേഷ്ടാവ് റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവരിൽ ഒരാളായിരുന്നു ഈ ഗ്രനലും. പുടിന് അനുകൂലമായി ട്രംപിന്റെ വൃത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 3 പദ്ധതികളും യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ചുള്ള പുടിന്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ഉക്രൈൻ ഒരു പാശ്ചാത്യ സഖ്യത്തിനും ചേരാത്തിടത്തോളം യുദ്ധനിരകൾ മരവിപ്പിക്കുന്നതിന് മുൻപായി തന്നെ ഉക്രൈനുള്ളിൽ തന്റെ നേട്ടങ്ങൾ പരമാവധിയാക്കാനുള്ള ശ്രമം പുടിൻ നടത്തിവരികയുമാണ്. അതേസമയം ട്രംപ് റഷ്യയുമായി സൗഹൃദത്തിലാണെന്ന് പണ്ടേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. റഷ്യൻ നേതാവിനോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ദീർഘവീക്ഷണവും മൂലം പുടിന് അനുകൂലമായ ഒരു കരാർ ഉണ്ടാക്കാൻ അദ്ദേഹം ഉക്രൈനെ നിർബന്ധിക്കുമെന്ന ഭയം വളരെ കാലമായി പാശ്ചാത്യ ശക്തികൾക്കിടയിലുണ്ട്. നിലവിൽ 2014 പിടിച്ചെടുത്ത ക്രിമിയയും കിഴക്കൻ ഉക്രൈനിലെ ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക് പ്രവിശ്യകൾ ഉൾപ്പെടുന്ന ഡോൺബാസ് മേഖലയുടെ ഏതാണ്ട് 80% റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോരിജിയ, കെൻസൺ പ്രവിശ്യകളുടെ 70%, മെക്കോലൈവ്, ഖാർകിവ് പ്രദേശങ്ങളുടെ ഒരു ഭാഗവും റഷ്യയുടെ നിയന്ത്രണത്തിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. കുക്സ് പ്രവിശ്യയിൽ ഉക്രൈൻ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ 40% വരെ റഷ്യ തിരിച്ചുപിടിച്ചതായി മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ആശങ്കയിലാണ്. ഇത് രാജ്യങ്ങൾ തമ്മിൽ ചേരിതിരിവ് ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും ഇത്രനാളും ഉക്രൈനെ സംരക്ഷിച്ച അമേരിക്ക തന്നെ ഇപ്പോൾ യുദ്ധത്തിന് ഒരു അവസാനം കുറിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ പ്രധാന കാരണം റഷ്യ എന്ന മഹാശക്തിയോടുള്ള ഭയം തന്നെയാണ്. എന്തായാലും മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.